വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് നോബാറ്റി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അർജുൻ സർജയുടെ ഏറ്റവും പുതിയ ചലച്ചിത്രമായിട്ടുള്ള ബ്ലാസ്റ്റിനെ കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് അർജുൻ തന്നെയായിരുന്നു. അർജുൻ്റെ ആക്ഷൻ പെർഫോമൻസുകൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ്. മൂപ്പരുടേതായ ഒരു ഓറയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പ്രധാന കാരണം ഇത് തന്നെയായിരുന്നു. ടിക്കറ്റ് എടുത്ത് പടം വിട്ട് കഴിഞ്ഞ സമയത്ത് ഐ ഫീൽ സോ ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഭയങ്കര വർക്കായി. ഞാൻ കോഴിക്കോട് തിയേറ്ററിൽ ഇരുന്ന് ഈ സിനിമ കാണുന്ന സമയത്ത് അത്യാവശ്യം ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രൗഡ് തന്നെയായിരുന്നു. ഒരു സൺഡേ ആണ് ഞാൻ ഈ മൂവി കാണുന്നത് രാവിലെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട്, ഞാൻ മാത്രമല്ല ആ തിയേറ്ററിലുള്ള എല്ലാവരും, അത്രയും കിടിലനായിട്ടുള്ള ഒരു തിയേറ്റർ റെസ്പോൺസ് ഉള്ള ഒരു മൂവിയാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ഭയങ്കര എൻജോയ് ചെയ്തു. തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൂവി കൂടെയാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അർജുൻ സർജ, പ്രീതി മുകുന്ദൻ, അതേപോലെ തന്നെ അഭിരാമി, ഇവർ 3 പേരുമാണ് ഇതിലെ പ്രധാന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ജോൺ കോക്കൻ വരുന്നുണ്ട്, പിന്നെ അർജുൻ ചിദംബരം വരുന്നുണ്ട്. ഇതിൽ അർജുൻ ചിദംബരത്തിനെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മൂപ്പര പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒരു ഓറ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലത്തെ ഒരു സാധനം അർജുൻ ചിദംബരത്തിനുണ്ട്. ഹി മേ ബി സീൻ ഇൻ നെക്സ്റ്റ് മൂവീസ് എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ് ഒരു കരാട്ടെ കുടുംബം. നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും. ഒരു കരാട്ട ഫാമിലി. ഈ കരാട്ട ഫാമിലിയിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയ കുറച്ച് അതിഥികൾ, അവരിൽ പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ ഏതെങ്കിലും പ്രമുഖ സിനിമയുമായിട്ട് ഇതിനൊരു സാമ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും സാങ്കല്പികമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രണ്ട് പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുടുംബത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുന്ന ഒരു അച്ഛനെ നിങ്ങൾക്ക് കാണാം. മകളെ എത്രത്തോളം ഇഷ്ടമുള്ള ഒരു അമ്മയെ കാണാം. വളരെ കുടുംബഹാരിയായിട്ടുള്ള ഒരു സിനിമയാണ്. വളരെ സാധുവായിട്ടുള്ള ഒരു ഫാമിലിയുടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മെയിൻ ലീഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അർജുൻ സർജയാണ്. പക്ഷേ ഇതിൽ അർജുൻ സർജയുടെ വൈഫായിട്ട് വരുന്ന അഭിരാമി ആയിക്കോട്ടെ, മകളായിട്ട് വരുന്ന പ്രീതി ആയിക്കോട്ടെ, ഇവർക്ക് കൊടുത്തൊരു എന്താ പറയുക, ഒരു പ്ലേസ് ഉണ്ട് ഈ കഥയിൽ. കഥ എന്ന് പറയുന്നത് ഭയങ്കര വാവായിട്ടുള്ള കഥയൊന്നുമല്ല. വളരെ എന്താ പറയുക, നല്ല വൃത്തിയിൽ എഴുതിയൊരു കഥ. എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നുമല്ല, വളരെ വൃത്തിയായിട്ട് എഴുതിയൊരു കഥ. പക്ഷെ ഈ 2 ഫീമെയിൽ ലീഡ്സിനും ഇതിൽ കൊടുത്തൊരു പ്ലേസ്മെന്റ് ഉണ്ട്, അവർക്ക് കൊടുത്തൊരു വാല്യൂ ഉണ്ട്. അതിന് ഇതിന്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നന്ദി അർഹിക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. അത്രയും സൂപ്പറായിട്ടാണ് അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ചുമ്മാ പലപ്പോഴും ഉണ്ട് നായകന്റെ ഷാഡോയിൽ നിൽക്കുന്ന ഒരു ഭാര്യ, അതേപോലെ തന്നെ അതിന് ചുറ്റും നടക്കുന്ന കുറേ ആൾക്കാർ, അങ്ങനെയൊന്നും അല്ലാതെ ഓരോ കഥാപാത്രത്തിനും വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തത്. ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഈ ഒരു പടം കണ്ട സമയത്ത് ശരിക്കും നമ്മൾ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അത് എല്ലാ തരത്തിലും, മണി എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു നേരെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തന്നെ അത് capable, നമ്മളെ സംരക്ഷിക്കാൻ വേറൊരാൾ വരാതെ ഇത്തരത്തിലുള്ള സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ആർക്കായാലും തോന്നിപ്പോവും. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ഒരു മാർഷൽ ആർട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ പഠിക്കേണ്ടതിൻ്റെ ഒരു കാര്യം കൂടെ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും. അത് പറയാൻ വേണ്ടി പറഞ്ഞു വെക്കുകയല്ല, പക്ഷേ എന്നിരുന്നാലും നമുക്കത് തോന്നിപ്പോകും യഥാർത്ഥത്തിൽ. അതേപോലെ തന്നെ ഇതിൽ അർജുനെ കാണുന്ന സമയത്ത് ഈ ഒരു ഏജിൽ മൂപ്പരുടെ എന്താ പറയുക, ഹെൽത്ത്, അതേപോലെ തന്നെ മൂപ്പരുടെ ബോഡി, ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു രീതിയാണ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആക്ഷൻസ് ഒക്കെ അത്ര കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആക്ഷൻ ചെയ്തത് നമ്മുടെ അർജുൻ സർജ മാത്രമല്ല, ഫീമെയിൽ ലീഡ്സിനും നിങ്ങൾക്ക് കാണാം ട്രെയിലേഴ്സിലൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാ റീൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊറിയോഗ്രാഫർ, അതേപോലെ തന്നെ സ്റ്റണ്ട് മാസ്റ്റർ, ഇവരൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിൽ അവരൊക്കെ അവരുടെ ഒരു ജോലി എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എല്ലാവർക്കും, അതായത് ഇതിലുള്ള ഓരോ ക്യാരക്ടറും വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്കിതിൽ അർജുൻ ചിദംബരം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നുണ്ട്, വില്ലനായിട്ടാണ്. ഇപ്പം വില്ലൻ, അതായത് ലോജിക്കലി നോക്കുമ്പോൾ നമുക്ക് അത്ര ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടെയും ഇമോഷണലി കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നമുക്കൊരു തരത്തിലും നമുക്ക് ലോജിക്കലി ആലോചിച്ച് ഇതൊക്കെ പോസിബിൾ ആണോ എന്നൊന്നും തോന്നത്തില്ല. പക്ഷെ പടം
ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ അതിൽ കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കുന്നു നോക്കില്ല, നമ്മുടെ ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് എന്നുള്ള പോലെ തന്നെ ഭയങ്കര ഒരു രസമായിട്ട് ആസ്വദിച്ച് കാണും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റ് ആണ്. അത് മോശം രീതിയിലല്ല, കിഡിലൻ തിയേറ്ററിൽ ബ്ലാസ്റ്റ് എക്സ്പീരിയൻസ് സൂപ്പറായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ, റിവ്യൂ എന്നല്ല, ഇറ്റ്സ് മൈ ഒപ്പീനിയൻ, ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസിൽ നമുക്ക് വീണ്ടും വരാം. ബൈ.